നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബോണസ് കണ്ടന്റിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം വലിയ തരത്തിലുള്ള ആരോപണമാണ് കോൺഗ്രസിനെതിരെ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ VD സതീശന്റെ ഒരു മറുപടി കൂടി അതിൽ വന്നിരിക്കുകയാണ്. അതിരൂക്ഷ ആരോപണമാണ് കുടുംബം VD സതീശനെതിരെ ഉന്നയിക്കുന്നത്. അതായത് പരാതിയുമായി ചെന്നപ്പോൾ VD സതീശന്റെ പെരുമാറ്റം അത് പുറത്തു പറയാൻ പോലും പറ്റില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണം. VD സതീശൻ എന്നാൽ കുടുംബത്തിനെതിരെ പ്രത്യാരോപണവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിന് അതിലെ കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാനായി ന്യൂസ് ഡയറക്ടർ സനീഷ് എനിക്കൊപ്പം ചേരുകയാണ്. സനീഷ്, എന്തായാലും ഈ ഒരു വിഷയം വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചയാകുന്നു. കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന രീതിയിലാണ് ഇപ്പോൾ VD സതീശന്റെ ഒരു വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരഭാഷ പോലും ഒരു പ്രതിരോധത്തിലാകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ നോക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരു വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ച് തന്നാലും ഇതൊരു വളരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്ന്, രോഗബാധിതനായ മകനെയും കൊണ്ട് ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ ആത്മഹത്യ ചെയ്തതാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഭവം. അദ്ദേഹം ജീവനൊടുക്കി, രണ്ടുപേരും ആത്മഹത്യ ചെയ്തു എന്ന നിലക്ക് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു. DCC അതായത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ ട്രഷറർ എന്ന പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വലിയ പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ മകനെയും കൊണ്ട് ജീവിതം അവസാനിപ്പിച്ചത്. അപ്പോൾ അത് തന്നെയും അങ്ങേയറ്റം ദുഃഖകരമാണ്. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ വളരെ പവർഫുള്ളായിട്ടുള്ള ആളുകളാണ്. എന്തു വലിയ ബുദ്ധിമുട്ടുകളെയും നേരിടാൻ മനസ്സ് പാകപ്പെടുത്തിയ അതിശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് 19 വർഷമായിട്ട് അദ്ദേഹം തന്നെ ഇന്നലെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ പോലെ 50 വർഷമായിട്ട് കോൺഗ്രസ് നേതാവായിരുന്ന, നമ്മുടെ നാട്ടിൽ കോൺഗ്രസും CPM ആണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ BJP ഉണ്ട്. കോൺഗ്രസും BJPയും ആയിരിക്കുന്ന ശക്തിയായ, അങ്ങനെ അത്ര വലിയ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, 19 വർഷക്കാലം പൊതു പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യൻ ജീവിതത്തോട് തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. അദ്ദേഹം മരിച്ചു കളയുകയാണ്. അപ്പോൾ മരിച്ചു കളയുമ്പോൾ അദ്ദേഹം സ്വയം മരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മകനെയും കൂടെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട്. അതായത് ഒരാൾ ജീവിതം സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുക, പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ, പ്രത്യേകിച്ചും ഇതുപോലെ മറ്റൊരാളെ കൂടെ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയൊക്കെ തീരുമാനിക്കുക എന്ന് വെച്ചാൽ ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകില്ല എന്ന അന്തിമമായിട്ടുള്ളൊരു കാര്യം മുന്നിൽ വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയ്ക്ക് സങ്കടകരമായ ഒരു സാഹചര്യമാണിത്, നമ്മളതിൻ്റെ രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ചാൽ. ഇപ്പോൾ പക്ഷേ അതിനകത്തുള്ള രാഷ്ട്രീയ പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആത്മഹത്യ ചെയ്തിട്ട് അദ്ദേഹം ഒരു കത്തെഴുതി വെച്ചിട്ട് ആ കത്തിനെ ആ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അതേ പാർട്ടിയുടെ നേതാക്കൾ ഗൗരവത്തോടെ കണ്ടില്ല എന്ന ആക്ഷേപം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വരികയാണ്. അപ്പോൾ ഇപ്പോൾ അല്പം മുമ്പ് VD സതീശൻ സംസാരിച്ചല്ലോ. VD സതീശൻ ആ കുടുംബത്തെ അപ്പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മരണം ഉണ്ടാക്കിയ സങ്കടത്തോടൊപ്പം തന്നെ ഇതൊരു കൂടുതൽ സങ്കടകരമായ ഒരു സാഹചര്യത്തെ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. കാരണം ഞാൻ 50 വർഷക്കാലം ചെലവഴിച്ച പാർട്ടി എന്ന് അദ്ദേഹത്തിൻ്റെ കത്തിൽ പറയുന്നുണ്ട്. എൻ്റെ പാർട്ടിക്ക് ദോഷമൊന്നും വരരുത്, അതുകൊണ്ട് 10 ദിവസം നിങ്ങൾ ഈ കാര്യം സൂക്ഷിച്ചതിന് ശേഷം, ഇവരെ അറിയിച്ചതിന് ശേഷം, അവരിടപെട്ടില്ലെങ്കിൽ മാത്രമേ ഈ കത്ത് പുറത്തു കൊടുക്കാവൂ എന്ന് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് 50 വർഷം അല്ലെങ്കിൽ 60 വർഷക്കാലം പ്രവർത്തിച്ച പാർട്ടിയോട് മരണാനന്തരം പോലും മാന്യത കാണിക്കണം എന്ന് തീരുമാനിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ കത്തിനെ തന്നെയും പ്രധാനപ്പെട്ട നേതാവ് തള്ളിക്കളയുന്ന സാഹചര്യമാണ് നമ്മളെ കൂടുതൽ സങ്കടപ്പെടുന്നത്. VD സതീശൻ അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് നമുക്ക് തോന്നും. കാരണം അദ്ദേഹം ആവർത്തിച്ചിപ്പോൾ പറയാണ്, അദ്ദേഹം ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇതിനകത്ത് ചില ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ കത്തിൽ ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. അത് VD സതീശനെ പോലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് മാധ്യമങ്ങളിലൂടെ നാട്ടുകാരോട് മുഴുവനായിട്ട് ഇത് പറയുമ്പോൾ, മരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എഴുതി വെച്ച കത്താണെന്ന് ഓർക്കണം. അതായത് കൈ വിറച്ചുകൊണ്ടാണല്ലോ ആളുകൾ എഴുതുക. സ്വന്തം മകന് വിഷം കൊടുത്തിട്ട് സ്വയം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ എഴുതിയ കത്തിനകത്ത് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത്, ക്ലാരിറ്റി ഇല്ലാത്ത കത്താണത്. നമുക്കൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വസ്തുതയാണ്. അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ്, കൈയക്ഷരം ബുദ്ധിമുട്ടാണ്, വെട്ടിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതത്തിനകത്ത് നിന്ന് ഒരാൾ കത്തെഴുതുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് അദ്ദേഹം ഒരു കുറ്റം പോലെ ഇങ്ങനെ ആളുകളോടൊന്ന് പറയുമ്പോൾ, അനുതാപം എന്ന സംഗതി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേ കാണാതിരിക്കുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിയാൻ പാകത്തിന് അദ്ദേഹത്തിന് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല അദ്ദേഹം സംസാരിക്കേണ്ടിരുന്നെന്ന് തോന്നും. അങ്ങനെ ആയിരുന്നില്ല ഈ നേതാക്കളാരും ഈ സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടതെന്നാണ് നമുക്ക് തോന്നുക. കാരണം ഇങ്ങനെയല്ലല്ലോ, ഒരു നേതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഒരു കത്തും കൊണ്ട് ഈ കുടുംബം മറ്റാരെയും അറിയിക്കാതെ, മാധ്യമങ്ങൾക്ക് കൊടുക്കാതെ, എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമ സാന്ദ്രത കൂടിയ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കവേ അവർക്കാർക്കും കൊടുക്കാതെ, എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് കൊടുക്കാതെ ഈ കുട്ടികൾ അവരുടെ അച്ഛൻ്റെയും സഹോദരൻ്റെയും മരണത്തിൻ്റെ ആഘാതം പേറുന്ന ആ മക്കൾ ഈ കത്തും കൊണ്ട് ഈ നേതാക്കളുടെ അടുത്തേക്ക് പോകും. നമ്മൾ ആ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കും. നേതാക്കളുടെ അടുത്ത് പോവുകയാണ്, മാധ്യമങ്ങൾക്ക് അവർ കൊടുത്തിട്ടില്ല, എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ കൊടുത്തിട്ടില്ല. ഈ അച്ഛൻ എഴുതി കൊടുത്ത നേതാക്കളെ മാത്രം പോയി കണ്ടു. K. സുധാകരനെയും VD സതീശനെയും പോയി കണ്ടു. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്?
നമ്മൾ മനസ്സിലാക്കാതെ അതിഗൗരവത്തോടു കൂടി ഈ നേതാക്കൾ എടുക്കുമെന്നാണ്. ഞാൻ വായിച്ചിട്ടില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. അതെങ്ങനെയാണ് കെ സുധാകരനെ പോലെ ഒരാൾക്ക് വായിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുക? ഒരാൾ മരിച്ചിട്ട് ഈ ആത്മഹത്യ നടന്നു, ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹം ഈ കത്തുമായിട്ട് വന്നയാൾ ആ കത്ത് വായിച്ചിട്ടില്ല ഞാനെന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയണമെങ്കിൽ, അതായത് ഒരാൾ മരിച്ച ആൾ എഴുതിയ ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ടുള്ളൊരു ശേഷം എഴുതിയ കത്തല്ലേ, ആ കത്ത് ഞാൻ വായിക്കണം, അതീവ ഗൗരവത്തോടെ വായിക്കണം, എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് തോന്നണ്ടേ അദ്ദേഹത്തിന്? അത് അദ്ദേഹത്തിന് തോന്നില്ല. ഞാൻ വായിച്ചില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഞാൻ വായിച്ചു, പക്ഷേ ക്ലാരിറ്റി പോരാ എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇടപെട്ടേയില്ല, വി ഡി സതീശൻ. അപ്പോൾ ഇത് അതീവ ഗൗരവതരമായിട്ടൊരു കാര്യമാണ്. ഇത് രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രശ്നം മാത്രമല്ല, അതായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രശ്നം മാത്രമല്ല, ഇതിനകത്ത് മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ അംശമുണ്ട്. നമ്മളെ വിഷമിപ്പിക്കുന്നത് അതാണ്. കാരണം ഇത് ഇങ്ങനെ വലിയ സങ്കടകരമായിട്ട് ഒരു സാഹചര്യത്തിലൂടെ കടന്നു നിന്നിട്ട് മരിച്ചുപോയ ഒരാൾ എഴുതുന്ന കത്തിനെ ഗൗരവത്തോടെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോട് കാണിച്ചിരിക്കുന്ന മാന്യത, 10 ദിവസം കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ മാന്യത അദ്ദേഹത്തിനും തിരിച്ചു കിട്ടിയില്ല മരണാനന്തരം. അത് അച്ഛൻ പറഞ്ഞത് അങ്ങനെ തന്നെ പാലിച്ചിട്ട് ഈ നേതാക്കളെ മാത്രം പോയി കണ്ട് കാര്യം പറഞ്ഞ ഈ കുട്ടികളോടുള്ള മാന്യതയും പാലിച്ചില്ല എന്നാണ് നമുക്ക് തോന്നുക. ആ നിലക്ക് നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് ഇതിൻ്റെ ഇത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് പരിശോധിച്ചാൽ സംസ്ഥാന രാഷ്ട്രീയത്തിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പി ദിവ്യയുടെ വിഷയം കണ്ടു. പി ദിവ്യ ADM നവീൻ ബാബു മരിച്ചത്. നവീൻ ബാബു മരിച്ചത് പി ദിവ്യ അപമാനിച്ചിട്ടാണെന്ന് നവീൻ ബാബു എവിടെയും കത്തെഴുതി വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ അറിയാം പി ദിവ്യയാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണം. പൊതുസമൂഹം ഒന്നാകെ എന്നിട്ട് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പി ദിവ്യക്കെതിരെ നിലപാടെടുത്തു. അതിശക്തമായിട്ടുള്ളൊരു പൊസിഷനിലുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് വലിയ പദവിയിലുണ്ടായിരുന്ന പി ദിവ്യ പൊളിറ്റിക്കൽ സ്പീറിനെ ഔട്ടായിപ്പോയി. അത് കേരളം അതിനോട് കാണിക്കുന്ന മാന്യതയാണ്. കാരണം മരിച്ചുപോയ ഒരാളോട് നമ്മൾ കൊടുക്കേണ്ടുന്ന ബഹുമാന്യതയാണത്. അത് കൊടുത്തിട്ട് പി ദിവ്യ ആ പിക്ചറിനെ പോയി. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇന്നലെ വന്ന IC ബാലകൃഷ്ണൻ പറഞ്ഞത് ഇവരെ കുടുംബത്തെ ഏതാണ്ട് അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ്. അതായത് എങ്ങനെയാണ് ഈ കത്ത് 10 ദിവസത്തിന് ശേഷം വന്നതെന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഈ മക്കളെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വി ഡി സതീശൻ ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ ഇദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു മാന്യത നമ്മൾ മരണാനന്തരം മനുഷ്യരോട് കാണിക്കേണ്ടുന്ന മാന്യത ഉണ്ടായിട്ടില്ല എന്ന തോന്നലുണ്ടാക്കുന്നതാണ്. അത് ഉടനടി തന്നെ ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതൃത്വവും ഈ പാർട്ടിക്കകത്ത് മറ്റ് നേതാക്കളും അത് ഇടപെട്ട് പരിഹരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു വി ഡി സതീശൻ്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പരാതിയിൽ ഈ പറഞ്ഞതുപോലെ ക്ലാരിറ്റി ഇല്ല, കുടുംബം തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പാർട്ടി നേതൃത്വം ഈ ഒരു സമയത്ത് ഇപ്പോൾ സനീഷ് പറഞ്ഞതുപോലെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സമയത്ത് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും അടക്കം പ്രതികരണം ഈ കുടുംബത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരിക്കും? ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ എന്ത് രാഷ്ട്രീയ സംഗതികൾ ഉണ്ടായി കഴിഞ്ഞാലും അതിന് രണ്ട് അഭിപ്രായം വരുമല്ലോ. ഇപ്പം മരിച്ച ആൾ മരിച്ചു, ഇനിയുള്ള ജീവിച്ചിരിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഇനിയിപ്പം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേർതിരിയും. IC ബാലകൃഷ്ണൻ MLA ആണ്, പ്രധാനപ്പെട്ട നേതാവാണ്, പല ആളുകൾക്കും ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും, രാഷ്ട്രീയ ശേഷിയുള്ള ആളായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനൊപ്പം ആളുണ്ടാവും. വി ഡി സതീശൻ പ്രധാനപ്പെട്ട ഒരു നേതാവാണല്ലോ, പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് വി ഡി സതീശൻ ഇപ്പോഴീ നമ്മളീ പറഞ്ഞ ഇതുപോലുള്ള അഭംഗി കലർന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മുടെ പാർട്ടിയും രാഷ്ട്രീയവും മുന്നോട്ട് പോകണമല്ലോ എന്ന് വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇത് തള്ളിക്കളയുന്നു. ഈ കുടുംബത്തിൻ്റെ മക്കളുടെ ഈ NM വിജയൻ്റെ മക്കളുടെ ആക്ഷേപങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു എന്ന സൂചന IC ബാലകൃഷ്ണനും വി ഡി സതീശനും കൊടുത്തതോടുകൂടി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുക. അതാണ് ഇതിനകത്തുള്ള മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം. സ്വാഭാവികമായിട്ടും ഇനി അതിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും CPM ഇത് ഏറ്റെടുത്തിട്ടുണ്ട്, BJP ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയൊരു വിഷയത്തിലേക്ക് വരും. പക്ഷേ ഇവർ ഈ ചെയ്തിരിക്കുന്നതിലൊരു അഭംഗിയുണ്ട്, ശരിയല്ലായ്മയുണ്ട്. ഈ ഘട്ടത്തിലെങ്കിലും അത് അങ്ങനെ ആയിരുന്നില്ല പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കത്ത് കിട്ടിയാൽ ഉടനെ എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ടെന്ന് കണ്ട് അവരോട് സൗമനസ്യം കലർന്ന സംസാരം നടത്തുകയും മറ്റും ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തം ഈ രണ്ട് നേതാക്കളും കാണിച്ചില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതാണ് അതിലെ കാര്യം. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഇക്കാര്യത്തിലൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നുണ്ട്. കുടുംബം വലിയ തരത്തിലുള്ള ആരോപണമാണ് ഈ വി ഡി സതീശനെതിരെ അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിന് എതിരെയൊക്കെ ഉന്നയിച്ചത്. അതിലാണ് ഇപ്പോൾ തിരിച്ച് ഒരു പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലുള്ള വി ഡി സതീശൻ്റെ പ്രതികരണം, അത് ആ കുടുംബത്തിനെതിരെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണം അനവസരത്തിലാണ് എന്നാണോ പറയുന്നത്? അല്ല, അനവസരത്തിൽ നിന്ന് അവർ മതിയായ സമയം എടുത്തല്ലോ സ്വാതി. അതായത് അവർ 10 ദിവസം അദ്ദേഹം കത്തിലെഴുതി 10 ദിവസം കാത്തു നിൽക്കണം അതിനുശേഷം മാത്രമേ ആളുകളെ ചെന്ന് കണ്ട് പറയേണ്ടതുള്ളൂ എന്ന്. അവർ 10 ദിവസം കാത്തു നിന്നു. അതിനുശേഷം പക്ഷേ അവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ വി ഡി സതീശനും IC ബാലകൃഷ്ണനും പറഞ്ഞതുപോലെ അവരുടെ ഭാഗത്താണ് കുറ്റം എന്ന നിലയിലുള്ള
ആക്ഷേപങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് അവർക്ക് ഈ കാര്യം പുറത്തേക്ക് കുറച്ചുകൂടെ ശക്തമായിട്ട് പറയേണ്ടതായിട്ട് വന്നത്. അതായത് കുടുംബത്തിനകത്ത് തന്നെയും ഈ വീട്ടിനകത്ത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, കുടുംബ വഴക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എന്ന മട്ടിലുള്ള ചില പ്രചാരണങ്ങൾ വന്നിട്ട് ഈ മക്കളെ, അച്ഛൻ്റെയും സഹോദരൻ്റെയും ഈ ദുർമരണത്തിൽ വ്യസനിച്ച് കഴിയുന്ന ഈ മനുഷ്യരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ ആക്ഷേപങ്ങൾ വന്നപ്പോൾ, അതായത് രാഷ്ട്രീയത്തിൻ്റെ മധ്യത്തിലെ സ്വാധീനം നമ്മളിൽ നിന്ന് പെട്ടുപോയാൽ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പറയുന്നത് പോലുള്ളൊരു കുഴപ്പം വന്നപ്പോഴാണ് അവർക്ക് വന്ന് ഈ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അനവസരത്തിലായിരുന്നു എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ അവസരങ്ങൾ നോക്കാൻ പറ്റുന്ന നിലയിലല്ലോ അദ്ദേഹം മരിച്ചു പോയത്. ഇതിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യമായിരുന്നു, ഒരു അപകടം പറ്റി പരിക്കേറ്റ് കിടക്കുകയാണെന്നൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന് നിൽക്കാം. ഇത് അനവസരം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മരണമുണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞ 10 ദിവസം അവർ കാത്തു നിന്നു. എന്നിട്ടാണിത്. അപ്പോൾ ഒട്ടും അനവസരം എന്ന് പറയാവുന്ന നില ഇവിടെ ഇല്ല. അതായത് ഇവരെ തള്ളി പറയണമെങ്കിൽ വി.ഡി. സതീശനും കെ. സുധാകരനും I.C. ബാലകൃഷ്ണനുമൊക്കെ അതിശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടത് വരും. നമ്മളീ പറയുന്ന പോലുള്ള മാന്യതയുടെയും മനുഷ്യപ്പറ്റിൻ്റെയും ഒക്കെ അതിരുകൾ ഭേദിച്ചാൽ മാത്രമേ ഈ കുടുംബത്തെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ ഈ നേതാക്കൾക്ക് പറ്റൂ. കാരണം അങ്ങനെ നിങ്ങളൊരു സ്റ്റാൻഡ് എടുത്താൽ, വി.ഡി. സതീശനും കെ. സുധാകരനും ഈ കുടുംബത്തെ തള്ളിപ്പറയാൻ സാധ്യത ആ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനർത്ഥം നിങ്ങൾ ഈ പറയുന്ന പൊതുസമൂഹം മാന്യതയുള്ളത് എന്ന് കണക്കാക്കുന്ന നിലപാടിനപ്പുറത്തേക്ക് പോയി എന്നാണ്. ആ സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ ഇനി അങ്ങോട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റൂ, കോൺഗ്രസ് നേതൃത്വത്തിന് ഈ പറയുന്ന നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് ആ നിലയ്ക്ക് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. രാഷ്ട്രീയം ചില സമയത്ത് കണ്ണുചോരയില്ലാത്തൊരു പരിപാടി കൂടിയാണ് എന്നതുകൊണ്ട്. അതെ, അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്നതും ഈ ഒരു വിഷയം തന്നെയാണ്. വയനാട് മുൻ DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യ കുറിപ്പ്, അതിന് പിന്നാലെ വരുന്ന ആരോപണങ്ങൾ, കുടുംബം, പ്രതിപക്ഷ നേതാവിനടക്കം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി, ഈ ഒരു കാര്യങ്ങളിൽ ഇതിൽ കൂടുതൽ ചർച്ചകൾ, കൂടുതൽ പാർട്ടി നിലപാടുകൾ എല്ലാം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ വാർത്തകളിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഒക്കെ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.